കാൻസ് ഫിലിം ഫെസ്റ്റിവൽ എന്നാൽ ഇന്ന് വെറും ഒരു റെഡ് കാർപ്പറ്റ് ആഘോഷം മാത്രമായി മാറിയെന്ന് തോന്നുന്നുണ്ടോ? സോഷ്യൽ മീഡിയ തുറന്നാൽ കാണുന്നത് കാനിൽ തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളെക്കുറിച്ചല്ല, മറിച്ച് ഗ്ലാമർ എൻട്രികളും വൈറൽ ഫാഷൻ മൊമെന്റുകളും സെലിബ്രിറ്റി അപ്പിയറൻസുമാണ്. ആരാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയ ഡ്രസ്സ് ധരിച്ചത്, ആരുടെ ലുക്കാണ് ട്രെൻഡിങ് ആയത്, ഏത് ഇൻഫ്ലുവൻസറാണ് ഇന്റർനാഷണൽ സ്പോട്ട്ലൈറ്റ് പിടിച്ചത്, ഇതൊക്കെയാണ് ഹെഡ്ലൈനുകൾ. പലപ്പോഴും കാൻസിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകളുടെ പേരുകളേക്കാൾ പണം കൊടുത്ത് റെഡ് കാർപ്പറ്റ് വാക്ക് സാധ്യമാക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങളാണ് കൂടുതലും പ്രചരിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പല സിനിമാ പ്രേമികളുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യം ഇത് തന്നെയാണ്: കാൻസ് യഥാർത്ഥത്തിൽ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേദി തന്നെയാണോ, അതോ പബ്ലിസിറ്റി കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഗ്ലാമറസ് എക്സ്റ്റൻഷനായി മാറിപ്പോയോ? ഐശ്വര്യ റായിയും ആലിയ ഭട്ടും മലയാളത്തിൽ നിന്ന് കല്യാണി പ്രിയദർശനും പങ്കെടുത്ത ഈ വർഷത്തെ കാൻസ് റെഡ് കാർപ്പറ്റ് ട്രെൻഡ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നമ്മൾ കാണുന്ന കാൻ വേദിക്ക് മറ്റൊരു മുഖം കൂടിയുണ്ട്. അത്ര സെലിബ്രിറ്റികളല്ലാത്ത പ്രമുഖ ബ്രാൻഡുകളുടെ ക്ഷണിതാക്കളായി എത്തുന്ന അതിഥികളെ റെഡ് കാർപ്പറ്റ് സ്വീകരിക്കുന്നത് അല്പം വ്യത്യസ്തമായിട്ടാണ്. നമ്മൾ ഈ സ്വപ്നം കാണുന്നത് പോലെ ഒന്നുമല്ല യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു ഇൻഫ്ലുവൻസറായ തരിണി പെഷ്വാരിയെ പങ്കുവച്ച റീലിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ലോറിയലിനെ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു തരിണി റെഡ് കാർപ്പറ്റിലെത്തിയത്. നമ്മൾ പ്രശസ്തരല്ലാത്തതിനാൽ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫർമാർക്ക് പണം നൽകേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് തരിണി അതിലൂടെ പറയുന്നത്. 7 ഫോട്ടോയ്ക്കും 7 വീഡിയോയ്ക്കുമായിട്ട് തരിണി €400, ഏകദേശം 44,576 രൂപയോളം വരും, അത്രയും തുക നൽകേണ്ടി വന്നത്രേ. 3 ലക്ഷം മുതൽ 9 ലക്ഷം വരെ ഒറ്റ രാത്രിക്ക് വാടകയായി നൽകേണ്ടുന്ന ഹോട്ടൽ മാർട്ടിനസിലും താൻ താമസിച്ചിരുന്നതായും തരിണി ഇൻസ്റ്റഗ്രാമിൽ പറയുന്നു. സെലിബ്രിറ്റികൾ സ്ഥിരം ഫോട്ടോ എടുക്കാറുള്ള മാർട്ടിനസിലെ ബാൽക്കണിയിലും ഗോവണിയിലും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കാനും പ്രത്യേകം ക്യാഷ് നൽകേണ്ടി വരും. കാൻ ഒരു റെഡ് കാർപ്പറ്റ് ഷോ മാത്രമല്ല, ഫിലിം ഫെസ്റ്റിവൽ ആണെന്ന് കൂടി നമ്മൾ ഇടയ്ക്കൊക്കെ ഓർത്താൽ നല്ലതാണ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് കാൻ ഫിലിം ഫെസ്റ്റിവൽ രൂപം കൊള്ളുന്നത്. ലോകം യുദ്ധത്തിൻ്റെ മുറിവുകളിൽ നിന്നൊക്കെ മുക്തവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അത്. അന്നത്തെ യൂറോപ്പിൽ സിനിമ ഒരു വിനോദ മാധ്യമം മാത്രമായിരുന്നില്ല, അത് സമൂഹത്തിൻ്റെ ചിന്തകളെയും രാഷ്ട്രീയത്തെയും മനുഷ്യരുടെ വികാരങ്ങളെയും ഒക്കെ സ്വാധീനിക്കുന്ന ശക്തമായ ഒരു കലാരൂപമായിരുന്നു. ചില അന്താരാഷ്ട്ര ചലച്ചിത്രമേളകൾ രാഷ്ട്രീയ ശക്തികളുടെ സ്വാധീനത്തിൽ പ്രവർത്തിക്കുന്നുവെന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നപ്പോൾ സിനിമയ്ക്ക് സ്വതന്ത്രമായ ഒരാഗോള വേദി വേണമെന്ന ആശയം ഫ്രാൻസ് മുന്നോട്ട് വെക്കുന്നു. ആ ചിന്തയിലാണ് കാൻസ് ഫിലിം ഫെസ്റ്റിവൽ രൂപം കൊള്ളുന്നത്. കാൻസിന്റെ ലക്ഷ്യം വളരെ വ്യക്തമായിരുന്നു: ലോക സിനിമയെ ആഘോഷിക്കുക, ഭാഷകളുടെയും രാജ്യങ്ങളുടെയും അതിരുകൾ കടന്ന് മികച്ച സിനിമകളെ ഒരുമിച്ച് കൊണ്ടുവരിക, പുതുമയുള്ള കഥ പറച്ചിലുകൾക്ക് വേദി നൽകുക, കലാപരമായ സിനിമകൾക്ക് ആഗോള അംഗീകാരം നേടിക്കൊടുക്കുക, പുതിയ സംവിധായകരെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതായത് കാൻസ് ആദ്യം മുതൽ ഗ്ലാമറിനേക്കാൾ സിനിമയ്ക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് എന്ന്. അതുകൊണ്ടാണ് കാൻസിൽ സെലക്ഷൻ ലഭിക്കുന്നത് പോലും ഒരു വലിയ സിനിമ അംഗീകാരമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവിടെ സിനിമ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നത് ഒരു കൊമേഴ്ഷ്യൽ അച്ചീവ്മെന്റ് മാത്രമല്ല, അതൊരു ആർട്ടിസ്റ്റിക് വാലിഡേഷൻ കൂടിയാണ്. ലോക സിനിമയിലെ തന്നെ നിരവധി പ്രമുഖ സംവിധായകർക്ക് ആദ്യ വലിയ അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചതും കാൻസിലൂടെയാണ്. സത്യജിത് റേ പോലുള്ള ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായി മാറിയ പല സംവിധായകരുടെയും സിനിമകൾക്ക് ലോക ശ്രദ്ധ നേടിക്കൊടുത്തത് ഈ വേദി തന്നെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ കാൻസിൽ ലഭിക്കുന്ന പാം ഡിയോ പോലുള്ള അംഗീകാരങ്ങൾ ഇന്നും സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്ന് തന്നെയായാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ കാലം മാറിയതോടെ കാൻസിനെ കാണുന്ന ലോകത്തിന്റെ കാഴ്ചപ്പാട് മാറി. ലക്ഷറി ബ്രാൻഡ് കൾച്ചറും ആക്റ്റീവ് ആയതോടെ ലൂയി വിത്തോൺ, ലോറിയൽ, ഷോപ്പ പോലുള്ള ഗ്ലോബൽ ബ്രാൻഡുകൾ കാൻസിനെ ഒരു പവർഫുൾ മാർക്കറ്റിംഗ് സ്റ്റേജായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്നൊരു സെലിബ്രിറ്റി കാൻസിൽ ധരിക്കുന്ന കോസ്റ്റ്യൂം അടുത്ത ദിവസം ലോകമെമ്പാടുമുള്ള ഫാഷൻ പേജുകളിൽ കവർ സ്റ്റോറിയാകുന്നു. അതിനാൽ തന്നെ സിനിമാ ഫെസ്റ്റിവൽ എന്നതിലുപരി ഗ്ലാമർ ഇൻഡസ്ട്രിയുടെ ഗ്ലോബൽ ഷോറൂം പോലെയാണ് നിർഭാഗ്യവശാൽ പലപ്പോഴും കാൻ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് അനുഭവപ്പെടുന്നത്.